ഏവർക്കും ഏഷ്യ ഫിലിംസിൻ്റെ ഓണാശംസകൾ. ഓണാഘോഷത്തോടൊപ്പം പ്രാധാന്യമുള്ളതാണ് മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനവും. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട ഗുരുതീർത്ഥം എന്ന സിനിമ ഓരോ ഭാഗങ്ങളായി സമർപ്പിക്കുകയാണ്. ब्रह्मणे मूर्तिमते श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः. മാഷേ, ഗുരുവിന്റെ ദിനമായി ഇന്ന് ജാതിയും മതമെല്ലാം മറന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെന്താ, ഇതെന്നും ഒരു തരം ഉത്സവത്തിമിർപ്പാണ്. വിണ്ണിൽ ഗുരുദേവൻ ഒരു താരകമാകുന്നു, മണ്ണിൽ എല്ലോർക്കും ഗുരു സാന്ത്വനമാകുന്നു. നാരായണ ഗുരു മന്ത്രം ചൊല്ലി നാടിതിലെങ്ങും ഉത്സവമായി, നാരായണ നമോ പാടിയെത്തും ഭക്തരിൻ സംഗമമായി. ശ്രീനാരായണ നമോ പാടിയെത്തും ഭക്തരിൻ സംഗമമായി. വിണ്ണിൽ ഗുരുദേവൻ ഒരു താരകമാകുന്നു, മണ്ണിൽ എല്ലോർക്കും ഗുരു സാന്ത്വനമാകുന്നു. നാരായണ ഗുരു മന്ത്രം ചൊല്ലി നാടിതിലെങ്ങും ഉത്സവമായി, നാരായണ നമ പാടിയെത്തും ഭക്തരിൻ സംഗമമായി. ശ്രീനാരായണ നമ പാടിയെത്തും ഭക്തരിൻ സംഗമമായി. ജനം കോടി സൂക്തം പാടി ഗുരുവിൻ സ്മരണയിൽ മുഴുകുന്നു. വിണ്ണിൽ ഗുരുദേവൻ ഒരു താരകമാകുന്നു, മണ്ണിൽ എല്ലോർക്കും ഗുരു സാന്ത്വനമാകുന്നു. ശ്രീപാദം തേടും പാവം ഗുരുദേവ ഭക്തർക്കാകെ ഗുരുമൂർത്തെ അവിടുത്തെ തുണയേകണേ. പതിവായി തേടുന്നു നിൻ മുന്നിൽ ഈ ഞാനും, പറയാതെ വയ്യന്റെ ഗുരുദേവ ദുരിതങ്ങൾ പറയാതെ അറിയുന്ന ഗുരുദേവനെ. മഴയാകും നിൻ പുണ്യം വേഴാമ്പൽ ഞാൻ തേടും. മിഴിയിൽ നിറയുന്ന ചുടുകണ്ണീർ നീ മാറ്റൂ, ഉള്ളിൽ നീറുന്ന മമ ദുഃഖം നീ മാറ്റൂ. നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ മൂർത്തി. വിണ്ണിൽ ഗുരുദേവൻ ഒരു താരകമാകുന്നു, മണ്ണിൽ എല്ലോർക്കും ഗുരു സാന്ത്വനമാകുന്നു. ആലംബഹീനർക്ക് നീയല്ലോ തുണദേവ, അറിവിൻ്റെ അലയാകും ഗുരുസ്വാമിയേ. കുയിലായി പാടും ഞാൻ
നിൻ സ്തുതിയും ഗുരുദേവ. ആനന്ദമോഹത്താൽ വന്നിടും ഭക്തർക്ക് ആനന്ദമേകുന്ന ഗുരുസ്വാമിയേ, ദൈവത്തിൻ പ്രതിരൂപം നീ തന്നെ ഗുരുദേവ. വെറുമൊരു ശിലയിൽ നീ തിരുചൈതന്യം നൽകി, ആ ചൈതന്യത്തിൽ ഗുരു എന്നും ശോഭിക്കും. നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണമൂർത്തേ. പിന്നിൽ ഗുരുദേവൻ ഒരു താരകമാകുന്നു, മണ്ണിൽ എല്ലോർക്കും ഗുരു സാന്ത്വനമാകുന്നു. നാരായണ ഗുരു മന്ത്രം ചൊല്ലി നാടിതിലെങ്ങും ഉത്സവമായി, നാരായണ നമോ പാടിയെത്തും ഭക്തരിൻ സംഗമമായി. ശ്രീനാരായണ നമോ പാടിയെത്തും ഭക്തരിൻ സംഗമമായി. ജനം കോടി സൂക്തം പാടി ഗുരുവിൻ സ്മരണയിൽ മുഴുകുന്നു. നിന്റെ പാട്ടും കൂത്തും ഒക്കെ ഇന്ന് അവസാനിപ്പിക്കണം. ഗുരുവിൻ്റെ നല്ലൊരു ദിവസമായ ഇന്ന് ഇങ്ങനെ പറയാതെ ചതയാഘോഷം കൂടിയല്ലേ. ഈ പിള്ളേരെ ഇവിടെ കയറ്റരുന്ന് ഇവളോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? അമ്മയുടെ സഹോദരന്റെ മക്കളല്ലേ ഇവർ? അങ്ങനെ പറഞ്ഞുവിടും മോളെ. ഒരു അന്യജാതിക്കാരി എന്റെ സഹോദരൻ വിവാഹം കഴിച്ചപ്പോൾ അന്ന് ഈ ബന്ധം അവസാനിപ്പിച്ചതാ. സഹോദരി സഹോദര ബന്ധം അങ്ങനെ പറഞ്ഞാൽ തീരുമോ? ഗുരുവിന്റെ ദിനത്തിൽ ആഘോഷം വേണ്ടെന്ന് അമ്മയല്ലാതെ മറ്റാരെങ്കിലും പറയുമോ? പേരുകെട്ട കൊറ്റമ്പള്ളി കുടുംബത്തിൽ പേരുദോഷം കേൾപ്പിച്ചവരെ ഒന്നും ഇവിടെ വെച്ച് പൊറപ്പിച്ചിട്ടില്ല, പുറത്താക്കിട്ടേ ഉള്ളൂ. അതേ ദിനമായിട്ട് ഈ കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കല്ലേ വേണ്ടത്. കൊണ്ടുവന്ന വഴിക്ക് കുട്ടികളെ മാഷ് തന്നെ തിരിച്ചു കൊണ്ടുപോയി സന്തോഷിപ്പിച്ചാൽ മതി. ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത് ആ ശാഖാ സെക്രട്ടറിയാണ്. അദ്ദേഹം വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ, ഞാൻ പോകുന്നു. കുട്ടികളെ കൊണ്ടുവന്ന് മാസം നേരെ ചൂടായെന്ന് പറയുന്നല്ലോ. ശാഖാ സെക്രട്ടറി പകരം ചോദിക്കാൻ വന്നായിരിക്കും. എന്നും ഇങ്ങനെ ശത്രുതയിൽ കഴിഞ്ഞാൽ മതിയോ? അവന്റെ ആ വിവാഹത്തോടുകൂടി എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതാണ്. രാജു ജാതിയിൽ താഴ്ന്ന ഒരു കുട്ടിയെ രക്ഷിച്ചു എന്നല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൊറ്റമ്പള്ളിയിൽ ജനിച്ചവൻ ഇന്ന് മണ്ണിന്റെ പണി ചെയ്യേണ്ടി വന്നത് അവളെ വിവാഹം ചെയ്തുകൊണ്ടാണ്. മണ്ണിന്റെ പണി ചെയ്ത് അന്തസ്സായിട്ടാണ് അവൻ കുടുംബം പുലർത്തുന്നത്. രാജകീയമായി ജീവിക്കേണ്ടവനാണ് വിവാഹത്തോടുകൂടി മണ്ണുരാജ്യം എന്നറിയപ്പെടേണ്ടി വന്നത്. ഒരു തൊഴിലിന്റെ പേരിൽ അറിയപ്പെടുന്നത് അന്തസ്സല്ലേ? സെക്രട്ടറി രാവിലെ എന്റെ സമയം കളയുക. ഓഹോ, കൊറേ നേരമായോ നിങ്ങൾ വന്നിട്ട്? ആ പാറപ്പിള്ളയുടെ കണ്ണൊന്ന് വെട്ടിക്കാൻ. അതിരിക്കട്ടെ, നിന്റെ ചേട്ടൻ എവിടെ? ചേട്ടൻ ചതയാഘോഷ കമ്മിറ്റി ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. ശ്രാവണമാസത്തിൽ ചതയദിനത്തിൽ വിടർന്നൊരു പൊന്മലരെ, ശാശ്വതമാനവ മന്ത്രങ്ങളോദിയ ശിവഗിരി തന്നാഥനെ, എന്നും സാന്ത്വനമായി എന്നിൽ നിറഞ്ഞിടുന്നു ശ്രീനാരായണ ഗുരുവേ. ജാതി മതങ്ങൾക്കതീതമല്ലോ മർത്യസ്നേഹമെന്നരുളി ഗുരു. ഇല്ലല്ലോ ഇതുപോലൊരു ഗുരുവരനും
ഈ മണ്ണിതിൽ വേറെയായി. ശ്രാവണ മാസത്തിൽ ചതയ ദിനത്തിൽ വിടർന്നൊരു പൊന്മലരേ, ജാതിയേതായാലും മനുജന്റെ നന്മകൾ മാത്രം കൊതിച്ചു സ്വാമി. ജാലകം പോലൊരു മനസ്സിലോ മാനവ സ്നേഹത്തിൻ ജ്വാലയായി. ജാതി മത ചിന്ത മാറ്റി മനുഷ്യരിൽ സ്നേഹം വളർത്തിയെന്നും ഭിന്നമതങ്ങളിൻ സാരമെല്ലാം ഏകമെന്നതും സ്വാമി ചൊല്ലി. എൻ ദേവനേ പുണ്യമേ അറിവിൻ്റെ സാഗരമേ, ഞാൻ പാടുമി സ്തുതികളിലാകെയും ദിവ്യജ്യോതിയായി ചേർന്നിടുമോ. ശ്രാവണ മാസത്തിൽ ചതയ ദിനത്തിൽ വിടർന്നൊരു പൊന്മലരേ, അയലു തഴപ്പതിനായതി കർമ്മവും ചെയ്യുവാൻ ചൊന്ന ദേവാ. അരുവിപ്പുറത്തിൻ്റെ തേജസ്സല്ലോ എൻ്റെ ഹൃദയത്തിൻ താളമല്ലോ. അദ്വൈത മന്ത്രത്തിൻ സാരാംശമേകമെന്നരുളിയ ലോകഗുരോ. അഹിംസതൻ ആനന്ദ തീർത്ഥമാകും മൂർത്തേ ഈ മണ്ണിൻ സുഹൃതമല്ലോ. എൻ ദേവനേ പുണ്യമേ അറിവിൻ്റെ സാഗരമേ, ഞാൻ പാടുമി സ്തുതികളിലാകെയും ദിവ്യജ്യോതിയായി ചേർന്നിടുമോ. ശ്രാവണ മാസത്തിൽ ചതയ ദിനത്തിൽ വിടർന്നൊരു പൊന്മലരേ, ശാശ്വത മാനവ മന്ത്രങ്ങളോദിയ ശിവഗിരി തന്നാഥനേ, എന്നും സാന്ത്വനമായി എന്നിൽ നിറഞ്ഞിടുന്നു ശ്രീനാരായണ ഗുരുവേ. ജാതി മതങ്ങൾക്കതീതമല്ലോ മർത്യസ്നേഹമെന്നരുളി ഗുരു. ഇല്ലല്ലോ ഇതുപോലൊരു ഗുരുവരനും ഈ മണ്ണിതിൽ വേറെയായി. ശ്രാവണ മാസത്തിൽ ചതയ ദിനത്തിൽ വിടർന്നൊരു പൊന്മലരേ. അരുണേട്ടാ, നമ്മളിനി എന്താ ചെയ്യുക? കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, കൂടെ ഇറങ്ങി വന്നാൽ ഞാൻ നോക്കിക്കോളാം. അതറിയാവുന്നത് കൊണ്ടല്ലേ ചേട്ടനോടൊപ്പമുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത്. നാണമില്ലേ പിള്ളച്ചേട്ടാ ഈ വയസ്സാം കാലത്തും പാരപ്പണിയുമായി നടക്കാൻ? ഞാൻ എന്ത് പാരപ്പണിയാ ചെയ്തേ? അവിടെ ഇവിടെയും കേൾക്കുന്നത് കൂട്ടിയും കുറച്ചും കൊണ്ടു കൊടുക്കുന്നത് പാരപ്പണിയല്ലേ ഏട്ടാ? നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങളങ്ങ് ചെയ്യും. എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഗുരുവിന്റെ മുമ്പിൽ അടിയറവിക്കും. സൗമ്യക്കുഞ്ഞിന്റെ സഹോദരന്മാർ ചോദിക്കുമ്പോൾ ഇവർ തമ്മിൽ സൗഹൃദമല്ലാതെ മറ്റൊന്നുമില്ലെന്നാണ് ഞാൻ പറയാറുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. സൗമ്യക്കുഞ്ഞിനെ
ഡാൻസ് പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. ആ ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളുമായി വഴക്കിടാൻ ഞാൻ ആളല്ല. സന്തോഷ് പണ്ഡിറ്റിന്റെ മാസ്റ്റർ പീസ് പോലെ എന്റെ പണിയും പാടും. സന്തോഷ് പണ്ഡിറ്റിന്റെ മാസ്റ്റർ പീസുമായിട്ട് നിൽക്കാതെ ഇങ്ങനെ കേട്ടോ. നീയൊക്കെ ഭയന്ന് വിറയ്ക്കുന്നത് കാണിച്ചു തരാം. ചേട്ടനൊരു സമുദായ പ്രവർത്തനമല്ലേ, ജനനന്മയ്ക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്? എന്റെ സഹോദരയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാം. ഇന്നിതിവിടെ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ശവം ഈ പുഴയെ കിടക്കും. മനസ്സിലായല്ലോ? ഗുരുവിന്റെ ആദർശങ്ങളുമായി ഇറങ്ങി ഞങ്ങൾ ഇതുകൊണ്ട് ഭയപ്പെടുകയില്ല. ഗുരുധർമ്മമാണ് ഞങ്ങളെ നയിക്കുന്നത്. എല്ലാം അതിലൂടെ നേടാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഭീഷണി കയ്യിലിരിക്കട്ടെ. ചേരിപ്പോരുകൾ കൂട്ടുവാനല്ലാതെ മാറ്റുവാൻ എവിടെയാണ് ശ്രമം? അവനവന്റെ കാര്യസാധന ആവശ്യം പറയുന്നില്ല, പ്രവൃത്തിയിലതൊന്നുമില്ലല്ലോ. അരുണിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു കോടീശന്റെ മോളെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇന്നും വീണ്ടും വിവാഹം നടക്കാതിരിക്കുന്നത്. ആരൊക്കെ എതിർത്താലും ശരി, ഗുരുവിന്റെ ആദർശത്തോടെ ഞാൻ വിവാഹം. സമുദായ നേതാവൂടെ വിനയചന്ദ്രൻ നിങ്ങളുടെ വിവാഹം നടന്നാൽ തട്ടിക്കളയുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. തട്ടാൻ എന്താ ഇവൻ വല്ല പന്തുവാണോ? ഒരു കാര്യം പറയാനാ വന്നേ. എന്റെ സഹോദരിയെ കണ്ടവന് പിടിച്ചു കൊടുക്കാന്നുള്ള മോഹം അങ്ങ് മനസ്സിൽ വെച്ചേരെ. ബിജുവിന്റെ പറച്ചിൽ കേട്ടാൽ ഞാനാണ് ഇതിനൊക്കെ കാരണക്കാരിയെന്ന് തോന്നും. ഇവൾ അരുണിനെ സ്നേഹിക്കുന്നതിന്റെ കാര്യം നിങ്ങളുടെ വളർത്തു ദോഷമാണ്. അതല്ലാലും നിങ്ങൾ രണ്ട് സഹോദരന്മാരും അച്ഛന്റെ രണ്ടാം ഭാര്യയായി കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ ഇതുവരെ ഞാൻ കണ്ടത് എന്റെ രണ്ടാനമ്മയായിട്ടല്ല, എന്റെ അമ്മയുടെ സ്ഥാനത്താ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുമെന്ന് ബിജു പറയില്ലായിരുന്നു. ചേട്ടൻ വന്ന് പറയുമ്പോഴാ ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പോൾ ഇവളുടെ പ്രവർത്തനമെല്ലാം എനിക്ക് വിപരീതമായിട്ടാ. എന്റെ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ട രാജുവിന്റെ മക്കളുമായിട്ടാണ് ചങ്ങാത്തം. ആ മണ്ണുരാജു നിങ്ങളുടെ സഹോദരനാന്ന് പറയുന്നവരെ എനിക്ക് ആക്ഷേപമാ. അതുകൊണ്ടാണ് ഞാൻ അവന്റെ മൂത്ത മകളുടെ വിവാഹത്തിന് പോലും പോകാതിരുന്നത്. അമ്മാവനായ മണ്ണുരാജുവിന്റെ പിന്തുടർച്ചയായിട്ടായിരിക്കും ഇവളും വല്ലവനെയൊക്കെ പ്രേമിച്ചുകൊണ്ട് കിടക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റാത്ത ഒരു വിവാഹം നടത്തിയത് കൊണ്ടാണ് ഇന്ന് രാജുവിന് മണ്ണുമണിക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇങ്ങനെ പോയ ആ മണ്ണുരാജുവിന്റെ ഗതികേട് ഇവക്കും ഉണ്ടാവും. ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് അതിനൊക്കെ. അതെന്താണ്? എൻ്റെ അപ്പച്ചിയുടെ മോൻ വിനുവിനെ കൊണ്ട് ഇവിടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ അപ്പച്ചിയുടെ ഭർത്താവ് ഒരു ക്രിസ്ത്യാനിയല്ലേ, അതെങ്ങനെ ശരിയാവും? അപ്പച്ചിയപ്പൻ ഒരു ക്രിസ്ത്യാനിയാണേലും അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ തന്നെ. ഇവളും അരുണുമായിട്ടുള്ള ബന്ധത്തിന് കൂട്ടു നിൽക്കുന്നത് ആ ശാഖാ സെക്രട്ടറിയും ഗുരുവിന്റെ സദസ്സിൽ പാടാൻ വരുന്നവരുമാണ്. ആ ശാഖാ സെക്രട്ടറി അവനിട്ട് ഇന്ന് ഞാൻ രണ്ട് കൊടുക്കും. സമുദായ പ്രവർത്തകരുമായി വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, അത് പിന്നീട് വൈരാഗ്യത്തിന് കാരണമാകും. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. കൗസല്യാ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ഹികം. നീ എൻ്റെ അപ്പച്ചിയുടെ മകനായോണ്ട് പറയുക, നിനക്ക് സൗമ്യ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ അവളോട് തുറന്ന് പറയണം. ബിജു അണ്ണൻ എന്തൊക്കെയായി പറയുന്നേ? സൗമ്യ ഇഷ്ടമല്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലോ? നിനക്ക് സൗമ്യ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അരുണിനെ അവൾ വെറുക്കും. എന്തുകൊണ്ട്? യോഗ്യൻ നീ തന്നെ. സൗമ്യ എന്നെ കരുതുന്നത് അരുണിന്റെ ഒരു സുഹൃത്തും സഹോദരനെ പോലെയാ. ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ഷോക്കാവും.
നീ ഇങ്ങനെ ചീണ്ടുകളെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് നടക്കാതെ അന്തസ്സായിട്ട് ആണാകാൻ നോക്ക്. എന്നെ ഒന്നിനും കൊളരാത്തവനാന്ന് പറയരുത്. എങ്കിൽ നീ ഒരു മണ്ടനല്ലെന്ന് തെളിയിക്ക്. എങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഈ വിനു തിരിച്ചു വരൂ. സൗമ്യ, നിന്നോടൊരു കാര്യം തുറന്നു പറയണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. വിനുവിന് എന്തും എന്നോട് ചോദിക്കാമല്ലോ. അരുണും സൗമ്യയും തമ്മിൽ എന്താ ബന്ധം? ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം? അരുണും സൗമ്യയും തമ്മിലുള്ള ബന്ധം എനിക്കിഷ്ടമല്ല. ഞാൻ എന്തിനും ബിനുവിനെ വെറുക്കണം? എങ്കിൽ എനിക്ക് വാക്ക് തരണം. ഇങ്ങനെ വ്യക്തമാകാതെ പറയാതെ തുറന്നു പറയൂ. എങ്കിൽ ഞാൻ തുറന്നു പറയാ, എനിക്ക് സൗമ്യയെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം ഒരിക്കലും നടക്കില്ല. ഇത് നീ തിരിച്ചു പറയും, നിന്നെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കും. ശരിയാണ്, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് അരുണിനോടൊപ്പമാണ്. തിരിച്ചു പറയിപ്പിക്കാൻ ഞാൻ വരും, കാത്തിരിക്കുക. അത് ഏതായാലും ഒരിക്കലുമില്ല. നിങ്ങൾ എന്നെ നാണം കെടുത്തിയില്ലേ? ഏത് പ്രേമത്തിനും അവസാനം ഒരു വില്ലൻ കാണും. ഇതിനകത്തെ വില്ലൻ അരുണാണെന്ന് കരുതിയാൽ മതി. അവൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അരുണോടൊപ്പമാണെന്നാ പറഞ്ഞത്. നിനക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഈ ബിജു അവളെ കൊണ്ട് പറയിക്കും നിന്നെ ഇഷ്ടമാണെന്ന്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ നിന്റെ വില്ലൻ ആ അരുണിനെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. അണ്ണൻ പറഞ്ഞു പറഞ്ഞ് അവൻ്റെ മനസ്സിലങ്ങ് തറഞ്ഞുപോയി. പോച്ചയിൽ ഹോം ഷോപ്പി ആൻഡ് പോച്ചയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മഹാദേവ ടെമ്പിളിന് തെക്കുവശം, കരുനാഗപ്പള്ളി. വാങ്ങുന്ന സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞ വിലയും വിൽക്കുന്ന സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വിലയും നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾ അംഗീകരിച്ച വിശ്വാസം. പോച്ചയിൽ ഹോം ഷോപ്പി ആൻഡ് പോച്ചയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മഹാദേവ ടെമ്പിളിന് തെക്കുവശം, കരുനാഗപ്പള്ളി.